നൂർനാട് പടനിലം പരബ്രഹ്മ ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികളായി ഇവിടെ ആയിരിക്കുന്ന പ്രിയമുള്ളവർ, വൈദിക ശ്രേഷ്ഠർ, നാനാജാതി മതസ്ഥരായ വിശ്വാസികളുടെ വലിയ സമൂഹമേ, നൂർനാട് പരബ്രഹ്മ ക്ഷേത്രം ഈ ദേവാലയത്തിൻ്റെ പ്രദക്ഷിണത്തോടനുബന്ധിച്ചുള്ള ഭക്തിനിർഭരമായ പ്രദക്ഷിണത്തിന് ഉചിതമായി കഴിഞ്ഞ നാളുകൾ മുതൽ ഇന്നയോളം അനുഗ്രഹീതവും കമനീയവുമായ രീതിയിൽ സ്വീകരണം നൽകുന്നവരൊക്കെയാണ്. പ്രത്യേകിച്ച് വൃശ്ചിക മാസത്തിൻ്റെ 1-ാം ദിവസം ഈ ക്ഷേത്രത്തിലേക്കുള്ള ദേവീ സാന്നിധ്യത്തെ കത്തിപ്പിക്കുവാനും മുന്നിഞ്ഞു ജ്വലിപ്പിക്കുവാനുമായിട്ടുള്ള വിളക്കിലെ എണ്ണ പകരുന്നത് ഒരു ഓർത്തഡോക്സ് ദേവാലയത്തിൽ നിന്നാണ് എന്ന് പറയുമ്പോൾ ഈ കാലഘട്ടത്തിൽ പ്രിയമുള്ളവരെ അത് ഏറെ ചർച്ചീഭവിക്കേണ്ട കാര്യമാണല്ലോ. വിളക്കുകളെ തെളിയിക്കുവാനും ദീപങ്ങളെ കത്തിജ്വലിപ്പിക്കുവാനുമായിട്ടാണ് ഒരു ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികൾ ഏറെ ആദരപൂർവവും ആ ക്രൈസ്തവ ദേവാലയത്തിൻ്റെ ഭാരവാഹികളിൽ നിന്നും ദേവാലയത്തിൽ നിന്നുമൊക്കെ എണ്ണ കൊണ്ടുവരുന്നു എന്ന് പറയുമ്പോൾ പ്രിയമുള്ളവരെ, ഈ മതമൗലികവാദത്തിൻ്റെ കാലഘട്ടത്തിൽ മതസൗഹാർദ്ദം, മതത്തിൻ്റെ പരിമളമെന്ന് ഈ ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികളും നല്ലവരായ സജ്ജനങ്ങളായ ഈ ദേശവുമൊക്കെ കാട്ടിത്തരികയാണ്. അതും ദീപത്തെ കത്തിക്കുവാനായിട്ടാണ്. ഏത് മതങ്ങളെപ്പറ്റി എടുത്തു വെച്ച് പരിശോധിച്ചു നോക്കിയാലും ദീപങ്ങൾ ദൈവ സാന്നിധ്യത്തിൻ്റെ പ്രതീകമാണല്ലോ പ്രിയമുള്ളവരെ. എല്ലാ മതങ്ങളും ദീപങ്ങളെ ദൈവ സാന്നിധ്യമായി കൊണ്ടാടുമ്പോൾ വെളിച്ചങ്ങളുടെ ഉത്സവങ്ങൾ പോലും കൊണ്ടാടുന്ന മതങ്ങളുണ്ടെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അത് യഹൂദ പാരമ്പര്യത്തിൽ വെളിച്ചത്തിന്റെ ഉത്സവമാണ് ഹനൂക്ക പെരുന്നാൾ. ക്രൈസ്തവ പാരമ്പര്യത്തിൽ വെളിച്ചത്തിന്റെ ഉത്സവമാണ് ജനുവരി 6-ാം തീയതിയൊക്കെ കൊണ്ടാടുന്ന ദനഹ പെരുന്നാളെന്ന് നിങ്ങൾക്കറിയാം. അത് ഹൈന്ദവ പാരമ്പര്യത്തിൽ വെളിച്ചത്തിന്റെ ഉത്സവമാണ് ദീപാവലി എന്നൊക്കെ നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ പ്രിയമുള്ളവരെ, വെളിച്ചങ്ങൾ ജ്വലിക്കേണ്ട കാലഘട്ടമാണ്. അന്ധകാര നിബിഡമായ ലോകത്ത് വെളിച്ചമായി നമ്മുടെ ജീവിതങ്ങൾ മാറേണ്ട വല്ലാത്ത കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളുമൊക്കെ ജീവിക്കുന്നത്. ഞാൻ ഓർമ്മപ്പെടുത്തിയതുപോലെ, ഇപ്പോൾ ഹൈന്ദവ സഹോദരങ്ങളുടെ ഭവനത്തിലേക്ക് ചെന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന മനോഹരമായ ഒരു കാഴ്ചയുണ്ട്. അന്ധകാര നിബിഡമായ ലോകത്ത് അല്ലെങ്കിൽ വെളിച്ചങ്ങൾ കെട്ടുപോയ അനുഭവങ്ങളിൽ ഒരു നിലവിളക്ക് ഭവനത്തിന്റെ കുടുംബിന് കത്തിച്ച ഇരുട്ടുള്ള കട്ടളപ്പടിയുടെ മുമ്പിലേക്ക് കൊണ്ട് നിലവിളക്ക് പ്രതിഷ്ഠിക്കുമ്പോൾ ദീപം 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 എന്നൊക്കെ പറഞ്ഞ് പ്രജ്വലിപ്പിക്കുകയാണ്. അന്ധകാര നിബിഡമായ ലോകത്ത് പ്രകാശമായി എന്റെ തിരുനാളം മാറണമെന്നൊക്കെ തന്നെയാണ് അതിന്റെ അർത്ഥം. തമസോമ ജ്യോതിർഗമയ. ഇത് തന്നെ വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി ഒരുങ്ങുന്ന പ്രഭാത നമസ്കാരം നിർവഹിക്കുന്ന ഏതൊരു ഓർത്തഡോക്സുകാരനും ഈ മന്ത്രങ്ങൾ ചേർത്ത് വെച്ച് ചെല്ലുന്നുണ്ടല്ലോ. ഋജുമതികൾ കിരുളിൽ ദുതിയുളവായി ദുതിയുദയം ചെയ്തൻ കർത്താവേ എന്നുള്ളതാണ്. അതുകൊണ്ട് അവരുടെ ജീവിതത്തിന്റെ നന്മകളെ കാണുവാനായിട്ട് നമുക്ക് സാധിക്കണം. അതുകൊണ്ടാണ് നമസ്കാരം എന്ന് പറയുന്നവരാണ് നമ്മൾ. നിങ്ങൾ ലോകത്തിലെ എല്ലാവരെയും പറ്റി എടുത്തു വെച്ച് പരിശോധിച്ചു. അവർ പലപ്പോഴും ഗുഡ് മോർണിംഗും പല ആമുഖ ആശ്ലേഷണ വാക്കുകളൊക്കെ പറയുമെങ്കിലും ഭാരതം പറയുകയാണ് നമസ്തേ എന്ന് പറഞ്ഞാൽ, നമസ്തേ നിന്റെ അസ്തിത്വമേ, നിന്റെ ഓംകാരത്തെ ഞാൻ ബഹുമാനിക്കുന്നു എന്നുള്ള രീതിയിൽ പറയുന്ന, അവരെ ബഹുമാനിക്കുന്ന രീതിയിലാണ് നാം ഇതിനൊക്കെ കാണുന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാം, ഇപ്പോൾ മകരജ്യോതിയുടെ വലിയ അനുഭവങ്ങളിലൊക്കെയാണ്. പ്രത്യേകിച്ച് ഇവിടെയൊക്കെ ആയിരിക്കുമ്പോൾ ഏറെ എനിക്കും സന്തോഷമുണ്ട്. ഞാൻ ഇന്നൊരു ക്രൈസ്തവ സഭയുടെ പുരോഹിതനാകണമെങ്കിൽ ഇതിൻ്റെ പിന്നാമ്പുറങ്ങളിൽ ശബരിമലയുടെയും ചില വിയർപ്പിൻ്റെ മണങ്ങളൊക്കെയുണ്ട് ഞാൻ ഇട്ടിരിക്കുന്ന കുപ്പായത്തിലെന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം എൻ്റെ പിതാവ് ഒരു ടാക്സി ഡ്രൈവറാണ്. ഇപ്പോഴദ്ദേഹം ഏകദേശം 1-2 ആഴ്ചയായി വീട്ടിൽ വന്നിട്ട് ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷന്റെ ഫ്രണ്ടിൽ കിടന്ന് എല്ലാ മാസവും 5 മാസത്തിലെ ആദ്യത്തെ മലയാള മാസം 5 ദിവസം ഓടുന്നു. ഇപ്പോൾ ഇനിയും ജനുവരി 15-ന് ശേഷമേ അദ്ദേഹം വീട്ടിലേക്ക് വരികയുള്ളൂ. ഈ ദിവസങ്ങളിലൊക്കെയാണ് ഞങ്ങളുടെ വീട്ടിലെ ഏക വരുമാന മാർഗങ്ങളൊക്കെ അദ്ദേഹം അന്വേഷിക്കുന്നത്. മറ്റൊരു ജോലിക്കൊന്നും അദ്ദേഹത്തിന് പോകുവാനായിട്ട് സാധ്യമല്ല. ഇവിടെ ആയിരിക്കുന്ന പ്രിയ റീച്ചാനൊക്കെ എൻ്റെ പിതാവിനെ അറിയാം. ഒരു കാല് വയ്യാത്ത ഒരാളാണ്. അദ്ദേഹത്തിന് ആകെ പറ്റുന്നത് വണ്ടി ഓടിക്കുക മാത്രമാണ്. ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷന്റെ ഫ്രണ്ടിൽ കിടന്ന് ആകെപ്പാടെ ഒരു മാസത്തിൽ കിട്ടുന്നത് ഈ 5 ദിവസത്തെ ഓട്ടവും ഈ ദിവസങ്ങൾ ഒരു 2-3 മാസത്തെ ഈ ഓട്ടമൊക്കെയാണ്. ഇത്രയും പഠനങ്ങളൊക്കെ പൂർത്തീകരിക്കുവാനായിട്ട് വ്യക്തിപരമായി എനിക്കും ഉള്ള ഊർജമൊക്കെ അതൊക്കെ തന്നെയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ ചിന്തിച്ചു നോക്കണം. പ്രത്യേകിച്ച് മാസത്തൊഴിച്ചിലിൻ്റെയും അല്ലെങ്കിൽ മകരജ്യോതിക്ക് വേണ്ടിയൊക്കെ നമ്മളിങ്ങനെ ഒരുങ്ങുകയാണ്.
കാടും മേടും കാട്ടാനകളും കാട്ടരുവികളും തരണം ചെയ്തുകൊണ്ട് 41 ദിവസത്തിന്റെ വ്രതാനുഷ്ഠാനങ്ങളോടുകൂടി കരിമല ചവിട്ടുന്ന അയ്യപ്പ ഭക്തൻ, ഒരു കഞ്ഞി അയ്യപ്പൻ ആദ്യ കാണുന്നത് അവിടേക്ക് ചെല്ലുമ്പോൾ തത്വമസി എന്നുള്ളതാണ്. എന്ത് ശ്രേഷ്ഠപരമായ അനുഭവങ്ങളെ, അവരുടെ ജീവിതത്തിലെ ദൈവീക അംശങ്ങളെ ബഹുമാനിക്കുവാനുള്ള വലിയ അനുഭവങ്ങൾ ഇന്നിന്റെ കാലഘട്ടത്തിൽ നമ്മൾ ഏറ്റെടുക്കേണ്ടേ പ്രിയമുള്ളവരെ. ഈശോപനിഷത്തിലെ ആദ്യ മന്ത്രം ഈശാവാസ്യമിതം സർവം എന്നുള്ളതാണ്. ഈ ലോകം ഈശ്വര പരിലസിതമാണ്. അതുകൊണ്ട് അവരെ ബഹുമാനിക്കുക. അതുകൊണ്ടാണല്ലോ അക്രൈസ്തവരായ ഹൈന്ദവ സഹോദരങ്ങൾ എപ്പോഴും പറയുക, മുക്കോടി ദേവീദേവ സങ്കല്പത്തെ പറ്റിയൊക്കെ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത്. തൂണിനും തുരുമ്പിലും നാരിലും നരമ്പിലും ദൈവ സാന്നിധ്യങ്ങളെ പ്രഘോഷിക്കുമ്പോൾ പ്രിയമുള്ളവരെ, അവരുടെ മതത്തെ ബഹുമാനിക്കുവാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ വിശ്വാസധാരയിൽ നമ്മൾ ആയിരിക്കുമ്പോൾ തന്നെ അവരുടെ മതത്തെ ബഹുമാനിക്കുന്ന വലിയ അനുഭവങ്ങളൊക്കെ നമ്മുടെ കാലഘട്ടത്തിൽ, ഇന്നിന്റെ കാലഘട്ടത്തിൽ ഏറ്റെടുക്കേണ്ടിയിരിക്കുന്നു. തത്വമസിയും അഹം ബ്രഹ്മാസ്മി എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഈശ്വരനാണെന്നുള്ള വലിയ സങ്കല്പം. പ്രത്യേകിച്ച് നമുക്കറിയാം, ഹൈന്ദവ പാരമ്പര്യം അനുസരിച്ച് കറുത്ത വേഷം അത്ര സ്വീകാര്യമല്ല എന്ന് എനിക്കറിയാമല്ലോ. എന്നാൽ ശബരിമലയിലേക്ക് പോകുന്ന അയ്യപ്പ ഭക്തൻ മാത്രമാണ് ഒരു കറുത്ത വേഷം ധരിച്ചുകൊണ്ട് പോവുക. എന്താ അർത്ഥം പ്രിയമുള്ളവരെ? ഈ ലോകത്തെ വെടിഞ്ഞുകൊണ്ട് ഞാൻ സ്വാമിയായി മാറുകയാണ്. ഓരോ ശബരിമലയിലേക്കും പോകുന്ന അയ്യപ്പ ഭക്തൻ സ്വാമിയായി മാറുന്ന വലിയ അനുഭവങ്ങൾ. അതുകൊണ്ടാണ് സ്വാമി നിന്റെ അകത്തെ ഓംകാരത്തെ ബഹുമാനിക്കുന്ന അനുഭവങ്ങളൊക്കെയാണ് ഓരോ അയ്യപ്പ ഭക്തനും ഇങ്ങനെ ഉച്ചരിച്ചുകൊണ്ടാണല്ലോ ശബരിമലയിലേക്കൊക്കെ പോകുന്നത്. അപ്പോൾ പ്രിയമുള്ളവരെ, ഇന്നിന്റെ കാലഘട്ടത്തിൽ നമ്മൾ ഏറ്റെടുക്കേണ്ടത് മതം ഏതാണെന്നും മതത്തിന്റെ മൗലികവാദം ഏതാണെന്നും ഇന്ന് കൃത്യമായി അടയാളപ്പെടുത്തേണ്ടിയിരിക്കുന്നു. ഭാരതത്തിന്റെ തെരുവീതികളിലൂടെ നടന്നു നീങ്ങിക്കൊണ്ട സാമ്രാജ്യത്തിന്റെ അടിവേരുകൾ ഭാരതത്തിൽ പാകിയ, ഞാൻ എല്ലാ ഞായറാഴ്ചയും ദേവാലയത്തിൽ പോകുന്ന ഒരു സത്യക്രിസ്ത്യാനി എന്ന് പറഞ്ഞ ഡേവിഡ് കോൾമാൻ ഹെൻലി പരിചയപ്പെടുത്തിയ ക്രൈസ്തവതയല്ലെന്ന് ഇന്നിന്റെ കാലഘട്ടത്തിൽ പറയേണ്ടിയിരിക്കുന്നു. തന്റെ നടന്നു പോകുന്ന വഴിത്താരയിൽ ഒരു ഉറുമ്പിനെ പോലും നോവിക്കാതെ ഗാന്ധിജിയെ വെടിവെച്ചു കൊന്ന നാഥൂറാം വിനായക് ഗോഡ്സെ പരിചയപ്പെടുത്തിയ ഹൈന്ദവതയല്ലെന്ന് ഇന്നിന്റെ കാലഘട്ടത്തിൽ പറയേണ്ടിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഛത്രപതി ശിവജി ടെർമിനലിലൂടെ നടന്നു നീങ്ങുന്ന ആയിരക്കണക്കിന് ആളുകളുടെ നെഞ്ചത്തേക്ക് യന്ത്രത്തോക്കിന്റെ കാഞ്ചി വലിച്ച അമ്മേ എന്ന അർത്ഥനാദത്തോടുകൂടി ജീവൻ പൊലിഞ്ഞപ്പോൾ ഞാൻ നിസ്കരിക്കുന്ന ഒരു മുത്തക്കിയായ മുസ്ലിം എന്ന് പറഞ്ഞ അജ്മൽ കസബ് പരിചയപ്പെടുത്തിയ ഇസ്ലാമികതയല്ലെന്ന് ഇന്നിന്റെ കാലഘട്ടം പറയേണ്ടിയിരിക്കുന്നു. പിന്നെ എന്താണ് പ്രിയമുള്ളവർ ഈ മതം പറഞ്ഞുകൊണ്ടിരിക്കുക? ഹൈന്ദവ മതം എന്താണ് ലോകത്തെ പഠിപ്പിക്കുന്നത്? ധർമ്മ സംസ്ഥാപനത നിലനിൽപ്പതി എന്ന് തന്നെയാണല്ലോ. സനാതന പ്രസക്തമായിട്ടുള്ള പ്രമാണങ്ങൾ അപ്രസക്തമാക്കുമ്പോൾ ധർമ്മം ചെയ്യുവാനായിട്ട് നിലനിൽക്കുക എന്നുള്ളത് തന്നെയാണ്. അതിന് വസുദേവ കുടുംബകം എന്നൊക്കെ പറഞ്ഞ വലിയ സംസ്കാരങ്ങൾ ഏറ്റെടുക്കുന്ന വലിയ അനുഭവങ്ങളാണ് ഹൈന്ദവ മതം ലോകത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുക. ക്രൈസ്തവ മതം എന്താണ് പ്രിയമുള്ളവരെ പറയുന്നത്? വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഈ മൂന്നും നിലനിൽക്കും. ഇവയിൽ വലുതോ സ്നേഹം തന്നെയാണ്. നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന് തന്നെയാണ് ക്രൈസ്തവ മതം ലോകത്തെ പരിചയപ്പെടുത്തിയത്. ഇസ്ലാമിക മതം എന്താണ് പറയുന്നത്? ബിസ്മില്ലാഹി റഹ്മാനി റഹീം ലാഹിദാദി ഇല്ലല്ല എന്നൊക്കെ പറയുമ്പോൾ സക്കാത്തിലൂടെയും റമദാനിലൂടെയും അനുഷ്ഠിക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ഹിജ്റയിലൂടെയും റമദാനിലൂടെയും അനുഷ്ഠിക്കുന്ന കാര്യങ്ങൾ, അവരന്റെ നന്മയ്ക്ക് വേണ്ടി സക്കാത്തിലൂടെ കാരുണ്യത്തിന്റെ ഭാവങ്ങൾ ഏറ്റെടുത്തില്ലെങ്കിൽ ഒരു ഇസ്ലാമികത അല്ല എന്ന് പറയുന്ന അനുഭവങ്ങൾ നമുക്കുണ്ടല്ലോ. ആ അനുഭവങ്ങൾ ഇന്നിന്റെ കാലഘട്ടത്തിൽ ഏറ്റെടുക്കുമ്പോൾ പ്രിയമുള്ളവരെ, മതം എന്താണെന്നുള്ളത് ഇന്ന് കൃത്യമായി അടയാളപ്പെടുത്തേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് ഈ ദേവീശായി പരബ്രഹ്മ ക്ഷേത്രമൊക്കെയാണെങ്കിലും ഏറ്റെടുക്കുന്ന വലിയ അനുഭവങ്ങളൊക്കെ അവരന്റെ നാം ആയിരിക്കുന്ന മതത്തിൽ വിശ്വസിച്ചുകൊണ്ട് തന്നെ അവരന്റെ മതത്തെ ബഹുമാനിക്കുവാനുള്ള വലിയ അനുഭവങ്ങളാണ് ഇന്നിന്റെ കാലഘട്ടത്തിൽ ഏറ്റെടുക്കേണ്ടത്. അതുകൊണ്ട് ഇന്ന് പുനർവായിക്കേണ്ടിയിരിക്കുന്നു. മതം ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ലീലകളാണ് പ്രിയമുള്ളവരെ. മതം ക്രിസ്തുദേവന്റെ സ്നേഹപ്രകടനമാണ്. മതം മുഹമ്മദ് നബിയുടെ കാരുണ്യമാണ്. മതം ഉപനിഷത്തുക്കളുടെ വലിയ മാനവികതയാണ്. മതം ഖുർആന്റെ കാരുണ്യത്തിന്റെ അനുഭവങ്ങളാണ്. മതം വേദപുസ്തകത്തിന്റെ അനുഭവങ്ങളുടെ സ്നേഹത്തിന്റെ പ്രകടിത ഭാവമാണെന്ന് ഇന്നിന്റെ കാലഘട്ടത്തിൽ പറയേണ്ടിയിരിക്കുന്നു. അതുകൊണ്ടാണ് ലോകത്തിലെ പല മതങ്ങളെ നിങ്ങൾ എടുത്തു വെച്ച് പരിശോധിച്ച് നോക്കൂ. പല മതങ്ങളുടെയും പ്രഭവസ്ഥാനം ഭാരതമാകുവാനായിട്ട് കാരണം എന്താണ് പ്രിയമുള്ളവരെ?
ഈ അനുഭവങ്ങളിൽ നാം ആയിരിക്കുമ്പോൾ അപരന്റെ മഹത്തെ ബഹുമാനിക്കുകയും അപരന്റെ ഈശ്വര സാന്നിധ്യത്തെ ഉൾക്കൊള്ളുകയും ഒക്കെ ചെയ്യുന്ന വലിയ അനുഭവങ്ങളാണ് നമുക്കുള്ളത്. ശ്രീരാമായണ മഹാവിലാസ കാവ്യത്തിൽ പാടുന്നുണ്ട്, അഹം അജന്മ ശുദ്ധാന ഫലോദയ കർമ്മണ ആ നാഗശിതീശാന യഥാവിധി കുതാക്കീന യഥാ കാമപ്രബോധിന യഥാ അപരാധ ദണ്ഡാന വാഗർത്തോ വിവപ്രത്തിത്തെ വാഗർത്ത പ്രതിപത്തെ ജനതപിതരെ വന്ദേ വന്ദേ പാർവതി പരമേശ്വരി എന്നൊക്കെയാ പാടുന്നത്. വാക്കിന്റെയും അർത്ഥത്തിന്റെയും ശരിയായ ജ്ഞാനത്തിന് അതെങ്ങനെ ചേർന്ന് നിൽക്കുന്നുവോ അതുപോലെ ശിവപാർവതി ബന്ധങ്ങളിൽ ആ അനുഭവങ്ങൾ ചേർന്ന് നിൽക്കുന്നത് പോലെ ചേർന്ന് നിൽക്കുന്ന അനുഭവങ്ങൾ നമുക്കുണ്ടാവണം. പ്രിയമുള്ളവരെ, നമ്മളുടെ ഈ സൗഹാർദ്ദത്തിന്റെ അനുഭവങ്ങളെ ആരാണ് പ്രിയമുള്ളവരെ തകർത്തത്? ഇന്നിന്റെ കാലഘട്ടത്തിൽ നാം കേരളത്തിന്റെയും ഭാരതത്തിന്റെയും അന്തരീക്ഷത്തിലൊക്കെ നമ്മൾ എടുത്തു വെച്ച് പരിശോധിച്ചു നോക്കിയപ്പോൾ നമുക്കറിയാം, മത നേതാക്കന്മാർക്കും മതം പൊട്ടി നിൽക്കുകയും രാഷ്ട്രീയ മേലധ്യക്ഷന്മാർ അതിരുകളുടെയും അതിർത്തികളുടെയും അതിർവരമ്പുകളുടെയും ഭാഷകൾ സംസാരിക്കുമ്പോൾ മതത്തിന്റെ പരിമളം മതസൗഹാർദ്ദമാണ് എന്ന് പറയുവാൻ, അപരന്റെ മതത്തെ ബഹുമാനിക്കുന്നതാണ് അത് ശ്രേഷ്ഠമെന്ന് കരുതുവാനായിട്ട് നമുക്ക് സാധ്യമായിരിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് മതസൗഹാർദ്ദമാണ് ഭാരതത്തിന്റെ ആത്മീയ രാഗമെങ്കിൽ മതത്തിന്റെ പരിമളവും സഹാനുഭൂതിയും സഹവർത്തിത്വമാണ് മതത്തിന്റെ വലിയ താളമെന്ന ബോധ്യം നമുക്കുണ്ടാവേണ്ടിയിരിക്കുന്നു. ആ വലിയ അനുഭവങ്ങൾ വേണം ഇന്നിന്റെ കാലഘട്ടത്തിൽ ഏറ്റെടുക്കുവാൻ. എന്നാൽ ഇന്ന് പലപ്പോഴും മതിലുകളുടെ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുക. വ്യക്തിബന്ധങ്ങളോട്, സാമൂഹ്യ ചുറ്റുവട്ടങ്ങളോട്, സഹജീവികളോട്, ജീവിതങ്ങളോട് മതിലുകളുടെ കാലഘട്ടത്തിൽ സ്വന്തം മതം, സ്വന്തം ജീവിതം, സ്വന്തം കുടുംബം, ഞാനും മാത്രം അടങ്ങുന്ന ഒരു വലിയ സങ്കല്പത്തിലൊക്കെ നമ്മൾ ഇന്ന് തുരുത്തുകളായി മാറുമ്പോൾ മതിലുകളുടെ ലോകത്താ. മതിലുകൾ എന്നത് മനോഹരമായ ഒരു കൃതിയാണ്. നിങ്ങൾക്കറിയാം, വൈക്കം മുഹമ്മദ് ബഷീറിന്റെ മതിലുകൾ എന്ന കൃതി നിങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടാവും. സെൻട്രൽ ജയിലിലെ പടുകൂറ്റൻ മതിലുകൾ, അദ്ദേഹത്തിന്റെ പ്രണയത്തിന് വിലങ്ങുതടിയായി നിൽക്കുന്ന സെൻട്രൽ ജയിലിലെ പടുകൂറ്റൻ മതിലുകളെ പറ്റി മതിലുകൾ എന്ന കൃതിയിൽ അദ്ദേഹം പറയുന്നുണ്ട്, മതിലുകളുടെ 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 അനേകം മതിലുകളുടെ അകത്തളങ്ങളിലാണ് നാം. അല്ലേ പ്രിയമുള്ളവരെ? അതാണ് വേദപുസ്തകത്തിൽ പരിശുദ്ധനായ പൗലോസ്ലീഹ പറയുന്നത്, വേർപാടിന്റെ നടിച്ചവരുകളെ ഇടിച്ചു കളയുവാനായിട്ടാണ് പറയുന്നത്. അപ്പോൾ പ്രിയമുള്ളവരെ, സഹവർത്തിത്വത്തിലൂടെ, സഹാനുഭൂതിയിലൂടെ, സ്നേഹത്തിലൂടെ ഇന്നിന്റെ കാലഘട്ടത്തിൽ മതത്തിന്റെ പരിമളം, മതസൗഹാർദ്ദം എന്നുള്ള രീതിയിൽ ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കേണ്ടിയിരിക്കുന്നു. നിറപറയും നിലവിളക്കുമായി ഒരു ക്രൈസ്തവ ദേവാലയത്തിന്റെ അന്തരീക്ഷത്തിൽ സ്വീകരിച്ചെങ്കിൽ പ്രിയമുള്ളവരെ ചിന്തിച്ചു നോക്കണം, എത്ര കമനീയമായ മാതൃകയാണ് ഈ കാലഘട്ടത്തിൽ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. പ്രത്യേകിച്ച് ഈ ദേശത്തിലൂടെയൊക്കെ ഈ പ്രദക്ഷിണം ഇങ്ങനെ വഴിത്താരകളിലൂടെ അനുഗ്രഹിച്ച് നടന്നു പോകുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, ഇവിടെയുള്ള ഓർത്തഡോക്സുകാരനെ മാത്രമൊന്നും അനുഗ്രഹിക്കാനല്ല, ഈ ദേശത്തെ മുഴുവനായി അനുഗ്രഹിച്ച ആത്മീയ പ്രഭകൾ വിതറിക്കൊണ്ടാണ് ഈ പ്രാസ ദേവാലയത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞകാല ജീവിതത്തിൽ അതിന് തിരുവചനത്തിന്റെ അനുഭവങ്ങളൊക്കെ നമുക്കറിയാം. കോട്ടമതിലുള്ള സംരക്ഷിതമായ എരീഹോ പട്ടണത്തിന്റെ മതിലുകളുടെ ചുറ്റും 6 ദിവസം ഓരോ ആവർത്തി കാഹളമൂതുകയും 7-ാം ദിവസം 7 ആവർത്തി കാഹളമൂതുമ്പോൾ കോട്ടമതിലുള്ള സംരക്ഷിതമായ പൈശാചിന്റെ പ്രതീകമായ എരീഹോ പട്ടണത്തിന്റെ മതിലുകൾ തകർന്ന് തരിപ്പണമാക്കുന്നെങ്കിൽ പ്രിയമുള്ളവരെ, എന്തിനീ പ്രദക്ഷിണം നടത്തുന്നു? ഇവിടെയുള്ള ക്രൈസ്തവരെ മാത്രം ഒന്ന് അനുഗ്രഹിക്കാനുള്ള ഒരു സങ്കല്പമേ ഓർത്തഡോക്സ് ദൈവശാസ്ത്രം പറയുന്നില്ലല്ലോ പ്രിയമുള്ളവരെ. എന്താ പറയുക? ഈ ദേശത്തെ അനുഗ്രഹിക്കുവാൻ, നാനാജാതി മതസ്ഥരെ അനുഗ്രഹിക്കുവാൻ, അക്രമവും അരാജകത്വവും മദ്യപിപത്തും ദൈവനിന്ദയും അസഹിഷ്ണുതകളും സർപ്പവിഷത്തിന് തുല്യമായ തകിടം മറിഞ്ഞ വ്യവസ്ഥിതികളൊക്കെ ഉണ്ടാകുമ്പോൾ അതിനെ ഉല്ലംഘിക്കുവാൻ, ഉന്മൂലനം ചെയ്യുവാനായിട്ടാണ് ഭക്തി നിർഭരമായി പ്രദക്ഷിണം മുമ്പോട്ട് നീങ്ങുന്നത്. മാർത്തോമാ ശ്ലീഹ ഈ ഭാരതത്തിൽ 52-ൽ തോമാ ശ്ലീഹ വന്നു, 72-ൽ കുന്തമുനിയാൽ കുത്തപ്പെട്ടതിന്റെ വലിയ ഓർമ്മകളെയും ആ രക്തസാക്ഷിത്വത്തെയും ഒക്കെ ഇവിടെ ഓർക്കുമ്പോൾ പ്രിയമുള്ളവരെ, മാർത്തോമാ ശ്ലീഹായ്ക്കും ഭാരതത്തിന്റെ അന്തരീക്ഷത്തിലേക്ക് അന്നിന്റെ അനുഭവങ്ങളിൽ വരുവാനായിട്ട് സാധ്യതകൾ ഉണ്ടായത് അതെന്തുകൊണ്ടാണെന്നുള്ളത് ഇന്നിന്റെ കാലഘട്ടത്തിൽ നമ്മൾ ചിന്തിച്ചു നോക്കണം. സുവിശേഷത്തിന്റെ അനുഭവങ്ങൾ ഈ ദേശത്തേക്ക് കൊണ്ടുവരുമ്പോൾ ഭാരതത്തിന്റെ ചരിത്രകാരന്മാർ തോമാ ശ്ലീഹായെ പറ്റി അടയാളപ്പെടുത്തിയത് തോമായെ കണ്ട ഭാരതം ക്രിസ്തുവിനെ കണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അത്രമാത്രം ശ്രേഷ്ഠമായി ഈ ലോക ജീവിതത്തിൽ ആയിരിക്കുമ്പോൾ അന്നുണ്ടായിരുന്ന ഉച്ചനീചത്വങ്ങൾക്കെതിരെ, അന്നുണ്ടായിരുന്ന അനുഭവങ്ങളിലൊക്കെ ഏറെ ഈ നാടിനോട് ചേർന്ന് ജീവിക്കുവാനായിട്ടും നമുക്ക് സാധ്യമായി എന്നുള്ളതാണ് ചിന്തിച്ചു നോക്കേണ്ടത്. അതുകൊണ്ട് ഇന്നിന്റെ കാലഘട്ടത്തിൽ ഈ പരബ്രഹ്മ ക്ഷേത്രം കാട്ടിയ വലിയ മര്യാദകൾ,
ഈ ദേവാലയത്തിന്റെ അനുഭവങ്ങളിൽ കഴിഞ്ഞ നാളുകളിൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഏറ്റെടുത്ത വലിയ അനുഭവങ്ങൾ ഞാൻ പറഞ്ഞു. ദേവാലയത്തിന്റെ അല്ലെങ്കിൽ ഒരു ക്ഷേത്ര അനുഭവങ്ങളിലൊക്കെ ദേവീ സാന്നിധ്യത്തെയും ദേവപ്രതിഷ്ഠയും ഒക്കെ എഴുന്നള്ളിക്കുമ്പോൾ കൊട്ടുന്നതാണ് ചെണ്ടമേളം. എങ്ങനെ ക്രൈസ്തവർക്ക് ഇതൊക്കെ ലഭിച്ചു എന്നുള്ളത് ഈ നാടിന്റെ രാജാക്കന്മാർ, നാട്ടുരാജാക്കന്മാർ, മലങ്കര നസ്രാണിക്ക് 1225 വീരരാഘവൻ എന്ന ഈ നാടിന്റെ രാജാവ് മലങ്കര നസ്രാണിക്ക് തന്ന വലിയ അവകാശമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കൊടുക്കൽ വാങ്ങലുകൾ. നിലവിളക്ക് ക്രൈസ്തവ പാരമ്പര്യത്തിൽ ഇല്ലല്ലോ പ്രിയമുള്ളവരെ. എന്നാൽ ദേവാലയത്തിന്റെ ഏറ്റവും നടുക്ക് ഒരു കെടാവിളക്കായി നിലവിളക്ക് നമ്മൾ കത്തിക്കുന്ന ദേവാലയങ്ങളാണ് നമ്മളുടെ എല്ലാ ദേവാലയങ്ങളും. കാരണം എന്താ? അത് ഭാരതത്തിന്റെ വലിയ അനുഭവങ്ങളാ. ഇവിടെ ഇരിക്കുന്ന സ്ത്രീകൾ, വിവാഹിതരായ ക്രൈസ്തവ സ്ത്രീകളുടെ കഴുത്തിൽ നോക്കിയാൽ താലിമാലയുണ്ട്. പ്രിയമുള്ളവരെ, ക്രൈസ്തവർക്ക് താലിമാലയുടെ രീതികൾ ഇല്ലെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. എന്നാൽ എന്തുകൊണ്ട് വന്നു? ഇത് ക്രൈസ്തവ അല്ലെങ്കിൽ ഈ ലോകത്തിൽ ആയിരിക്കുമ്പോൾ ഇവിടെയുള്ള നാട്ടുരീതികളും ഹൈന്ദവ രീതികളും ഒക്കെ നമ്മിലേക്ക് വന്നതുകൊണ്ട് ആ രീതികളൊക്കെ ചേർത്ത് വെച്ച് പോകുന്ന ഒരു തദ്ദേശീയപരമായ അനുഭവങ്ങൾ നമുക്കുണ്ട്. ഈ അനുഭവങ്ങൾ നമുക്ക് ഏറ്റെടുക്കുവാൻ സാധ്യമാകുകയില്ലേ? വ്യത്യസ്തപരമായ വിശ്വാസത്തിൽ നമ്മൾ ജീവിച്ചോട്ടെ, വ്യത്യസ്തപരമായ ആരാധനകൾ അനുഷ്ഠിച്ചോട്ടെ, വ്യത്യസ്തപരമായ മതതത്വ സംഹിതകളിലും രാഷ്ട്രീയ മീമാംസകളിലും ഒക്കെ വിശ്വസിച്ചു കൊള്ളട്ടെ. പക്ഷെ നമ്മളുടെ മതത്തിൽ നമ്മൾ വിശ്വസിക്കുമ്പോൾ അവരെ ബഹുമാനിക്കുന്ന ഈ ക്ഷേത്രം കാട്ടിയ മര്യാദകൾ ഏറ്റെടുക്കുവാൻ സാധ്യമാകണം. അതുകൊണ്ട് ഈ ക്ഷേത്രത്തിന്റെ ഭാരവാഹികൾ, നിങ്ങൾ കാട്ടിയത് ഒരു നിലവിളക്കും ഈ ക്ഷേത്രത്തിന്റെ ഭാരവാഹികൾ ഇവിടെ വന്ന് ഇങ്ങനെ നിൽപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ലോകത്തോട് കാട്ടുന്ന ഒരു വലിയ സന്ദേശമാണ് പ്രിയമുള്ളവരെ. ഇത് ഇന്നിന്റെ കാലഘട്ടത്തിൽ അത് ബാഹ്യമായ ചില ചടങ്ങുകൾ മാത്രമല്ല. അത് എണ്ണ സ്വീകരിക്കുകയും അല്ലെങ്കിൽ ക്ഷേത്രം ഇത് ചെയ്യുകയും അല്ലെങ്കിൽ ഏറ്റവും കമനീയമായ രീതിയിൽ ഭക്തിസാന്ദ്രമായ രീതിയിൽ ഇതിനെയൊക്കെ ആതിഥേയത്വത്തോടുകൂടി സ്വീകരിക്കുന്നുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, ഇന്നിന്റെ കാലഘട്ടത്തിൽ ഇത് ലോകത്തോട് നൽകേണ്ട വലിയ സന്ദേശമാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ. ആ വലിയ അനുഭവങ്ങൾ വേണം നാം ഇന്ന് ആയിരിക്കുവാനായിട്ട്. പ്രത്യേകിച്ച് നമുക്കറിയാം, ഇന്ന് ക്രിസ്മസിലേക്കൊക്കെ ക്രൈസ്തവ സഹോദരങ്ങളൊക്കെ ഒരുങ്ങുകയാണ്. ക്രിസ്മസിന്റെ വലിയ സന്ദേശമൊക്കെ ലഭിച്ചത് ആർക്കാണെന്ന് നമുക്കറിയാമല്ലോ. വെളിമ്പ്രദേശത്ത് ലഭിക്കുന്ന അല്ലെങ്കിൽ കന്നുകാലി പിള്ളേർക്കാണ് എന്നുള്ളതാണ്. അതിന്റെ വലിയ ദർശനങ്ങൾ ഏറ്റെടുക്കുവാനായിട്ട് സാധ്യമായത് അവർക്കാണല്ലോ പ്രിയമുള്ളവരെ. അപ്പോൾ സ്വാഭാവികമായി ചിന്തിച്ചു നോക്കണം. ഈ വലിയ അനുഭവങ്ങളിലൊക്കെ നാം ഇങ്ങനെ ചിന്തിച്ചു നോക്കുമ്പോൾ ആട്ടിടയന്മാർക്കാണ് ക്രിസ്മസിന്റെ സാർവത്രികമായ മാനങ്ങൾ ഉണ്ടാവെന്ന് പറയുമ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ലീലകളും കഥകളും ഒക്കെ പഠിച്ചു നോക്കുമ്പോൾ നമുക്കറിയാമല്ലോ, ആട്ടിടയനായി അല്ലെങ്കിൽ ഇടയബാലനായി അനുഭവങ്ങളിലൊക്കെ എത്രയെത്ര കഥകളുമൊക്കെയാണ് നമ്മളിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഈ വലിയ സ്നേഹത്തിന്റെ അനുഭവങ്ങൾ നമുക്ക് ഏറ്റെടുക്കണം. ഒരൊറ്റ മതമുണ്ടുലകിന്നുയരാം, പ്രേമമതല്ലോ പരക്ക നമ്മെ പാലമൃതൂട്ടും പാർവണ ശശിബിംബം എന്നൊക്കെ ഉള്ളൂരാണ് മലയാള കവിതയിൽ എഴുതിയത്. എന്നാൽ ഇന്നിന്റെ കാലഘട്ടത്തിൽ നമുക്കറിയാമല്ലോ, അരുവിപ്പുരത്തിന്റെ അരമതിലിൽ ഒരു നൂറ്റാണ്ടുകൾക്കപ്പുറം ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്തേന വാഴുന്ന മാതൃകാസ്ഥാനം ഇതെന്നും അരുവിപ്പുരത്തിന്റെ അരമതിലിൽ ശ്രീനാരായണ ഗുരുവിന് ആർജവത്വം ചങ്കൂറ്റവും ചങ്കുറപ്പും കോടും കൂടി എഴുതി വെക്കുവാനായിട്ട് സാധ്യമായിട്ടുണ്ടെങ്കിൽ ഈ ദേശം ലോകത്തോട് കാട്ടിയ വലിയ നീതിബോധമാണ് പ്രിയമുള്ളവരെ, വലിയ മര്യാദകളാണ് പ്രിയമുള്ളവരെ. ആ വലിയ അനുഭവങ്ങൾ വേണം നമ്മൾ ഇന്നിന്റെ കാലഘട്ടത്തിലായിരിക്കുമ്പോൾ നമുക്ക് ജീവിക്കുവാനായിട്ടുള്ള വലിയ ഊർജം പ്രിയമുള്ളവരെ. ഇതൊക്കെ തന്നെയല്ലേ പ്രിയമുള്ളവരെ? ആ അനുഭവങ്ങളിൽ നിന്നുകൊണ്ട് നമ്മൾ മറ്റുള്ളവരെ ബഹുമാനിക്കുവാനും അവരുടെ നന്മകളെ കാണുവാനായിട്ടും അവരുടെ ജീവിതത്തിലെ നന്മകൾ തിരിച്ചറിയുവാനായിട്ടും സാധ്യമാകുക എന്നുള്ളതാ. എല്ലാവരും എല്ലാ ഭാവത്തിലും എല്ലാ അനുഭവങ്ങളിലും ദേവദേവി സങ്കല്പങ്ങളൊക്കെ ഉണ്ട്. തൂണിലുണ്ട്, തുരുമ്പിലുണ്ട്, നാരിലുണ്ട്, നരമ്പിലുണ്ട്. എങ്കിൽ പ്രിയമുള്ളവരെ, അവരുടെ ജീവിതത്തിന്റെ നന്മകളെ ദർശിക്കുവാനായിട്ടുള്ള വലിയ അനുഭവങ്ങൾ നമുക്ക് ഏറ്റെടുക്കണം. അതുകൊണ്ട് നമ്മുടെ സൗഹാർദ്ദത്തിന്റെ അനുഭവങ്ങൾ ആരാണ് പ്രിയമുള്ളവരെ തകർക്കുന്നത്? അതിനെ തിരിച്ചറിയുവാനായിട്ട് സാധ്യമാവണം. നമ്മുടെ പണ്ടൊക്കെ നമുക്കറിയാം, നമ്മുടെ പെരുന്നാളുകളൊക്കെ വരുമ്പോൾ, ഉത്സവങ്ങളൊക്കെ വരുമ്പോൾ, പെരുന്നാളുകൾ പെരിയ ദിനങ്ങളാണ്, വലിയ ദിനങ്ങളെന്നാണ് അതിന്റെ അർത്ഥം. ഉത്സവങ്ങളൊക്കെ നമുക്കറിയാമല്ലോ, കരയുടെ അനുഭവങ്ങളാണ്. ഒരു ക്ഷേത്രത്തിന്റെ ഭാരവാഹികൾ മാത്രമാണോ ഇവിടെ ഒരു ഉത്സവം കൊണ്ടാടുക? അല്ലല്ലോ. അല്ലെങ്കിൽ ഒരു ദേവാലയത്തിന്റെ അനുഭവങ്ങൾ ഒരു പെരുന്നാൾ കൊണ്ടാടുമ്പോൾ ആ ദേവാലയത്തിലെ ആളുകൾ മാത്രമാണോ? അല്ല. പല ആളുകളുമൊക്കെ ചേർന്ന് നിന്നുകൊണ്ട്
കരയുടെ അനുഭവങ്ങളായി. കരയുടെ അനുഭവങ്ങളിൽ നിന്നുകൊണ്ട്, കരയോഗം പോലും ആ പദത്തിൽ നിന്നൊക്കെയാണ് ഉണ്ടായെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ആ അനുഭവങ്ങളിൽ നിന്നുകൊണ്ട് ഒരു ദേശത്തിന്റെ ഉത്സവമായിട്ടൊക്കെയാണ് കൊണ്ടാടുന്നെങ്കിൽ, പ്രത്യേകിച്ച് ഈ ദേശമാണ് അത് വലിയ മാതൃകകളൊക്കെ. ഇവിടുത്തെ വൃശ്ചിക തൊഴിലിന്റെ ആ ഉത്സവത്തിന്റെ അനുഭവങ്ങൾ എണ്ണ അവിടുന്ന് സ്വീകരിക്കുന്നു. ഈ ക്ഷേത്രം അല്ലെങ്കിൽ ഈ പെരുന്നാളോടനുബന്ധിച്ചുള്ള ഭക്തി നിർഭരമായ റാസ ഈ ക്ഷേത്രത്തിലേക്ക് കടന്നു വരുന്നു. ഇതൊക്കെയാണ് പ്രിയമുള്ളവരെ ഇന്നിന്റെ കാലഘട്ടത്തിൽ നമുക്ക് കാട്ടിക്കൊടുക്കുവാനുള്ള വലിയ അനുഭവങ്ങൾ. അതുകൊണ്ട് ഈ വിളക്ക് ജ്വലിച്ച് പ്രകാശിക്കുന്നത് പോലെ നന്മകളുടെ അനുഭവങ്ങൾ ജ്വലിച്ച് പ്രകാശിക്കുവാൻ, സ്നേഹത്തിന്റെ അനുഭവങ്ങൾ ജ്വലിച്ച് പ്രകാശിക്കുവാൻ, കാരുണ്യത്തിന്റെ അനുഭവങ്ങൾ കെട്ടുപോകാതെ മുനിഞ്ഞു കത്തിക്കുവാനായിട്ടൊക്കെ ഇന്നിന്റെ കാലഘട്ടത്തിൽ ഈ വലിയ സൗഹൃദ കൂട്ടായ്മയ്ക്ക്, ഈ സ്നേഹത്തിന്റെ ഭാവത്തിന് നമുക്ക് സാധ്യമാവട്ടെ എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എല്ലാവരെയും ദൈവ സാന്നിധ്യത്തിൽ സമർപ്പിച്ച് ജഗദീശ്വര സാന്നിധ്യം നിങ്ങളുടെ കൂടെയൊക്കെ ഉണ്ടായിരിക്കട്ടെ എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പെരുന്നാളിന് എല്ലാവിധമായ ആശംസകളും നേർന്നുകൊണ്ട് ഇങ്ങനൊരു അവസരം തന്ന വന്ദനായ വികാരി അച്ഛൻ പോൾസൺ അച്ഛനോടും പ്രിയമുള്ള എല്ലാവരോടും നല്ല നന്ദി, നല്ല ശ്രദ്ധയ്ക്ക് നല്ല നന്ദി. ജഗദീശ്വര നാമം മാത്രം മൗത്തീകരിക്കപ്പെടട്ടെ.